ഏതെങ്കിലും ഒരു ജീവി മറ്റൊരു ജീവിയെ തിന്നാൽ അത് ആ ജീവിയെ മാറും. ഒരു ദിവസം 5 സിംഹങ്ങൾ ഒരാടിനെ കണ്ടു. ഒന്നാമത്തെ സിംഹം ഓടി വന്ന് ആ ആടിനെ കൊന്നു ഭക്ഷിച്ചു. അങ്ങനെ ആ സിംഹം ഒരാടായി മാറി. നിങ്ങൾ ആലോചിക്കൂ, എന്നിട്ട് പറയൂ, അല്പനേരം കഴിയുമ്പോൾ അവിടെ എത്ര സിംഹങ്ങൾ ഉണ്ടാകും? 4, 3, 2, 1 അതോ 0? ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. വരൂ, ഉത്തരം നോക്കാം. ഒന്നാമത്തെ സിംഹം ആടിനെ തിന്നപ്പോൾ ആ സിംഹം ഒരാടായി മാറിയത് മറ്റുള്ള സിംഹങ്ങൾ കണ്ടിട്ടുണ്ട്. മറ്റുള്ള സിംഹങ്ങൾ ഇത് കണ്ട് ഭയപ്പെട്ട് കാണും. അതുകൊണ്ട് അവർ ആ ആടിനെ കഴിക്കില്ല. അപ്പോൾ അവിടെ 4 സിംഹങ്ങൾ ഉണ്ടാകും. വരൂ, അടുത്ത ഡൽഹിക്ക് പോകാം. ഇത് വളരെ രസകരമായ ചോദ്യമാണ്. 3 പേർ പറയുന്നു റോഹൻ അവരുടെ സഹോദരനാണെന്ന്. എന്നാൽ റോഹൻ പറയുന്നു അവന് ഒരു സഹോദരൻ പോലുമില്ലെന്ന്. ഇത് എങ്ങനെ നടക്കും? എന്താ നിങ്ങൾക്ക് പറയാമോ? ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. വരൂ, ഉത്തരം നോക്കാം. കാരണം ആ 3 പേരും റോഹന്റെ സഹോദരിമാരാണ്. റോഹൻ അവരുടെ സഹോദരനാണ്. അവർ 3 പേരും റോഹന്റെ സഹോദരിമാരാണ്. വരൂ, അടുത്ത ഡൽഹിക്ക് പോകാം. മിസ്റ്റർ രാജേഷിന് ഉറക്കം വന്നു. അവൻ ഫോണിൽ സമയം നോക്കിയപ്പോൾ 1 മണിയായിട്ടുണ്ട്. ഒരുപാട് ലേറ്റായെന്ന് ആലോചിച്ച് അവൻ ഉടനെ കിടന്നുറങ്ങി. രാവിലെ അവൻ എഴുന്നേൽക്കാൻ വൈകിപ്പോയി. അവൻ ഫോണിൽ സമയം നോക്കിയപ്പോൾ 9 മണിയായി. എന്നാൽ അവന് തന്റെ കുട്ടികളോട് ദേഷ്യം തോന്നി. അവൻ റോഹനെയും സോഹനെയും വിളിച്ച് ഒരുപാട് വഴക്ക് പറഞ്ഞു. എന്തുകൊണ്ടാണ് രാജേഷ് കുട്ടികളെ വഴക്ക് പറഞ്ഞത്? ആലോചിക്കൂ ലോജിക്കൽ ആർമി. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. വരൂ, ഉത്തരം നോക്കാം. രാജേഷ് ഉറങ്ങുമ്പോൾ ഫോണിൽ 50% ചാർജ് ഉണ്ടായിരുന്നു. എന്നാൽ ഉണർന്നപ്പോൾ ഫോണിൽ 70% ചാർജ് ഉണ്ട്. ഇത് എങ്ങനെ നടക്കും? അപ്പോൾ ഉറപ്പായും കുട്ടികൾ ഫോണിൽ ഗെയിം കളിച്ചു. എന്നിട്ട് പിന്നീട് ഫോൺ ചാർജ് ചെയ്തു. കുട്ടികളുടെ അച്ഛൻ വളരെ സ്മാർട്ടാണ്. വരൂ, അടുത്ത ഡൽഹിക്ക് പോകാം. മിസ്റ്റർ ശർമ്മ തന്റെ സുഹൃത്തിനെ 3 ഫോട്ടോകൾ കാണിച്ചു. എന്നിട്ട് ചോദിച്ചു, പറയൂ, ഇതിൽ ഏത് ഫോട്ടോയാണ് 2020 ഏപ്രിൽ 15 എടുത്തത്? സുഹൃത്ത് ആകെ കുഴപ്പത്തിലായി. ഫോട്ടോയിൽ ഒരു ക്ലൂവുമില്ല. സുഹൃത്ത് എങ്ങനെ മനസ്സിലാക്കും? ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയാമോ ഇതിൽ ഏത് ഫോട്ടോയാണ് 2020 ഏപ്രിൽ 15 അല്ലാത്തതെന്ന്? ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. വരൂ, ഉത്തരം നോക്കാം. രണ്ടാമത്തെ ഫോട്ടോ നോക്കൂ. അതിൽ പുറത്തെ കാഴ്ചകളാണ്. ട്രാഫിക്കുമുണ്ട്, ഒരുപാട് കാറുകളുമുണ്ട്. എന്നാൽ 2020 ഏപ്രിൽ 15 ഇന്ത്യയിൽ ലോക്ക്ഡൌൺ ആയിരുന്നു. ആർക്കും പുറത്തു പോകാനാകില്ല. അപ്പോൾ ഈ ഫോട്ടോ മറ്റൊരു ദിവസം എടുത്തതാണ്. വരൂ, അടുത്ത ഡൽഹിക്ക് പോകാം. ഇൻസ്പെക്ടർ സഞ്ജുവിനെ പിന്തുടരുകയാണ്. സഞ്ജു അവന്റെ സഹോദരനായ സച്ചിനെ വീട്ടിൽ ഒളിപ്പിച്ചിരിക്കുകയാണ്. സച്ചിൻ ഒരു വലിയ കുറ്റവാളിയാണ്. ഇൻസ്പെക്ടർ നോക്കിയപ്പോൾ സഞ്ജു തന്റെ വീട്ടിനുള്ളിലേക്ക് ഓടിപ്പോകുന്നു. ഇൻസ്പെക്ടർ അവന്റെ വീട്ടിൽ കയറി. അദ്ദേഹം മുഴുവൻ വീടും അന്വേഷിച്ചു. എന്നാൽ അദ്ദേഹത്തിന് സച്ചിനെ കണ്ടെത്താനായില്ല. അദ്ദേഹം അവിടുന്ന് തിരികെ പോയി. എന്നാൽ പിറ്റേ ദിവസം ഇൻസ്പെക്ടർ അവരുടെ വീട്ടിന്റെ മുന്നിൽ നിന്നപ്പോൾ അകത്തായി സച്ചിന്റെ ശബ്ദം കേട്ടു. അദ്ദേഹം ഓടി അകത്ത് കയറി. എന്നിട്ട് വീണ്ടും വീട് മുഴുവൻ അന്വേഷിച്ചു. എന്നാൽ സച്ചിനെ കണ്ടില്ല. എന്നാൽ പെട്ടെന്ന് അദ്ദേഹം ഒരു കാര്യം കണ്ടെത്തി. അങ്ങനെ അദ്ദേഹം മനസ്സിലാക്കി സച്ചിൻ എവിടെയാണെന്ന്. എന്താ, ഒന്നാമത്തെയും രണ്ടാമത്തെയും ദിവസങ്ങളുടെ ഫോട്ടോ നോക്കി നിങ്ങൾക്ക് പറയാമോ സച്ചിൻ എവിടെയാണെന്ന്? ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. വരൂ, ഉത്തരം നോക്കാം. കബോർഡിന്റെ പിന്നിലുള്ള ഭിത്തി നോക്കൂ. അതിൽ എന്തോ പാടുണ്ട്. കൂടാതെ കബോർഡിന്റെ സ്ഥാനവും മാറിയിട്ടുണ്ട്. ഈ 2 ഫോട്ടോകളും ശ്രദ്ധിച്ചു നോക്കൂ. കബോർഡ് കർട്ടനടുത്തു നിന്നും ദൂരേക്ക് പോയിട്ടുണ്ട്. ഇൻസ്പെക്ടർ കബോർഡ് നീക്കി നോക്കിയപ്പോൾ പിറകിലായി ഒരു മുറിയുണ്ട്. അവിടുന്ന് സച്ചിനെ കണ്ടെത്തി. വരൂ, അടുത്ത ഡൽഹിക്ക് പോകാം. താനിയ ഒരു ദിവസം ബാങ്കിൽ നിന്ന് പൈസ എടുക്കാൻ പോയി. അവൾ തന്നെ ചെക്ക് എഴുതുകയായിരുന്നു. പെട്ടെന്ന് അടുത്തു നിന്ന ഒരാൾ പറഞ്ഞു, മാഡം, നിങ്ങളുടെ ചെക്ക് റിജക്റ്റ് ആവും. നിങ്ങൾക്ക് പൈസ കിട്ടില്ല. താനിയ അയാൾ പറഞ്ഞത് കാര്യമാക്കിയില്ല. അവൾ ചെക്ക് കൊടുത്തു. എന്നാൽ അയാൾ പറഞ്ഞതുപോലെ ചെക്ക് റിജക്റ്റ് ആയി. എങ്ങനെ? എന്താ, നിങ്ങൾക്ക് ഈ ചെക്ക് നോക്കി പറയാമോ ഇതിൽ എന്താണ് തെറ്റായിട്ടുള്ളതെന്ന്?
ആലോചിക്കൂ, നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. വരൂ ഉത്തരം നോക്കാം. ചെക്കിൽ എമൗണ്ട് ഫിഗേഴ്സിൽ 1 കോടി എന്നാണ് എഴുതിയിട്ടുള്ളത്. എന്നാൽ അക്കങ്ങളിൽ 6 പൂജ്യമേ ഉള്ളൂ. 1 കോടിയിൽ 7 പൂജ്യങ്ങളുണ്ട്. താനിയ ചെക്ക് എഴുതിയപ്പോൾ ഈ തെറ്റ് വരുത്തിയത് കൊണ്ടാണ് അവളുടെ ചെക്ക് റിജക്റ്റ് ആയത്. വരൂ അടുത്ത ഡൽഹിക്ക് പോകാം. രമേശിന്റെ ക്യാബിനിൽ മോഷണം നടന്നു. ഡിറ്റക്റ്റീവ് മെഹുൽ അവിടെ എത്തിച്ചേർന്നു. രമേശ് പറഞ്ഞു, ഞാൻ എന്റെ ക്യാബിനിൽ നിന്ന് ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി കഫയിലേക്ക് പോയതാണ്. തിരികെ എത്തി നോക്കിയപ്പോൾ എന്റെ ഫയൽ മോഷണം പോയി. മെഹുൽ അവിടെയുള്ള 3 പ്യൂണുകളെയും ചോദ്യം ചെയ്തു. ഒന്നാമൻ പറഞ്ഞു, സാർ, ഞാൻ മോഹൻ സാറിന്റെ പേപ്പറുകൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടി താഴേക്ക് പോയതാണ്. ഇപ്പോഴാണ് തിരികെ വന്നത്. രണ്ടാമത്തെ പ്യൂൺ പറഞ്ഞു, സാർ, ഞാൻ രമേശ് സാറിന്റെ ക്യാബിനിൽ ഈ മഞ്ഞ ഫയൽ വെക്കാൻ വേണ്ടി വന്നതാണ്. ഇത് നോക്കൂ, ഇതാണ് ആ ഫയൽ. മൂന്നാമൻ പറഞ്ഞു, സാർ, ഞാൻ സാറിന്റെ ക്യാബിനിൽ ചായ വേണോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. നോക്കിയപ്പോൾ സാർ ഇവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ തിരികെ പോയി. മെഹുലിന് മനസ്സിലായി ആരാണ് കള്ളം പറയുന്നതെന്ന്. എങ്ങനെ, എന്താ നിങ്ങൾക്ക് പറയാമോ? ആലോചിക്കൂ, നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. മൂന്നാമത്തെ പ്യൂണാണ് കള്ളം പറയുന്നത്. ലഞ്ച് ബ്രേക്ക് ആണ്. രമേശ് ലഞ്ച് കഴിക്കാൻ വേണ്ടി കഫേയിലേക്ക് പോയി. പ്യൂൺ എന്തിനാണ് അവിടെ ചായ ചോദിക്കാൻ വന്നത്? അവൻ കള്ളം പറയുകയാണ്. അങ്ങനെ അവൻ പിടിക്കപ്പെട്ടു. അവൻ ഫയലുകൾ തിരിച്ചു കൊടുത്തു. വരൂ അടുത്ത ഡൽഹിക്ക് പോകാം. നിങ്ങൾ പറയൂ, മാർച്ച്, ഏപ്രിൽ എന്നിവയുടെ മധ്യത്തിൽ വരുന്നത് എന്താണ്? ഒന്നിന്റെയും തുടക്കത്തിലുമല്ല, ഒന്നിന്റെയും അവസാനവുമല്ല. ആലോചിക്കൂ ലോജിക്കൽ ആർമി, ഇതിന്റെ ഉത്തരം എന്താണെന്ന്. ആലോചിക്കൂ, നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. വരൂ ഉത്തരം നോക്കാം. ആരാണ് ഇതിന്റെ ഉത്തരം? ആർ മാർച്ചിന്റെയും മധ്യത്തിലാണ്, ഏപ്രിലിന്റെയും മധ്യത്തിലാണ്. വരൂ അടുത്ത ഡൽഹിക്ക് പോകാം. ഈ 3 പെൺകുട്ടികളും മഴയത്ത് നിൽക്കുകയാണ്. 3 പേരും കുട പിടിച്ചിട്ടുണ്ട്. എന്നാൽ ഒരാൾ ഇപ്പോഴും നനയുകയാണ്. നിങ്ങൾക്ക് പറയാമോ അത് ആരാണെന്ന്? എ, ബി ഓർ സി? ആലോചിക്കൂ, നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ.